അപ്പൊ അതാണ് അവിടെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. മാമി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഗായ്സ്. നോക്കൂ, തുള്ളിയാണ് മഴ. ആദ്യം വന്നിരുന്നു, പിന്നെ കുറച്ചായി. പിന്നെ പിന്നെ നമ്മൾക്കൊന്ന് കളിച്ചാലോ ഇവിടെ. ഫസ്റ്റ് നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ അങ്ങോട്ടേക്ക് വാ. നമുക്ക് ആദ്യം ചപ്പാത്തി ഉണ്ടാക്കി വെള്ളം ഒഴിക്കും. കുട്ടികൾ കൂടാൻ തയ്യാറായി. വലിയ ഉടുപ്പ്, വസ്ത്രങ്ങൾ, വിത്തുകളും വാങ്ങിച്ചു. അവളെ നാട വലിച്ച് മടിച്ച് വെള്ളം തളിച്ച് അയൺ ചെയ്യാൻ നിർബന്ധിച്ചു. വലിയവൾ പറഞ്ഞു. പിന്നെ ചെറിയവൾ പറഞ്ഞു, നഗരത്തിലെ മുടിവെട്ടം പ്രസിദ്ധിയായ സ്ഥലത്തേക്ക് അവരെ അയച്ചു. ഉന്നതമായ സ്ഥലത്തിലെത്തി. നഗരത്തിലെ പ്രസിദ്ധിയായ ഷോപ്പിൽ നിന്നും ബ്യൂട്ടി പാച്ചസ് വാങ്ങി ഒട്ടിച്ചു. അവർ പുറപ്പെടാൻ അവൾ സഹായിച്ചാലും അവൾക്ക് വരാൻ കഴിയില്ല എന്ന് കളിയാക്കി. അവൾ ചോദിച്ചു, ഉറപ്പായിട്ടും നിനക്ക് വരാൻ പറ്റില്ല. അവിടെയുള്ളവരെല്ലാരും സിൻഡ്രല്ല ഒഴിച്ച് മറ്റാരെങ്കിലും ആണെങ്കിൽ അവരുടെ മുടികൾ വൃത്തികളാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവൾ വളരെ സ്നേഹമുള്ളവരായിരുന്നു. അവരെ കഴിയുന്നതുവരെ സുന്ദരികളാക്കുന്നു. ആ ദിവസം എത്തിയപ്പോൾ കാണാൻ കൊള്ളാത്ത സഹോദരികൾ വട്ടക്കണ്ണാടിയിൽ നോക്കി നിന്ന് മണിക്കൂറുകൾ ചെലവിട്ടു. ഒടുക്കം പാർട്ടിക്കുള്ള സമയമെടുത്തു. അവരുടെ പേരിലേക്ക് കയറി നീലാകാശത്ത് ചുവന്ന മേഘങ്ങൾ താഴെ നിന്നുള്ള വിളക്കുകൾക്കിടയിൽ ചെന്നു. അവ ചെല്ലുന്ന കാഴ്ച തീരെക്കുള്ള കസരയുടെ അടുത്ത് ചെന്നു. താൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് ആലോചിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. ജനാലിൽ ആരോ മുട്ടുന്നത് കേട്ടു. പരിചയമില്ലാത്ത ഒരു മാലാക അടുക്കളയിൽ കയറി. പച്ച കണ്ണുകളും വലിയ വലുപ്പമുണ്ടായിരുന്നു. കയ്യിലൊരു മാന്ത്രിക കോലുണ്ടായിരുന്നു. അവൾ ചോദിച്ചു, എന്താ കാര്യം? ഒരു കുട്ടി കേറി. കുട്ടികളെ കണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഇത് ഇത് കല്ലു, ഇത് കിട്ടു, ഇത് കിച്ചി. എന്താ കിച്ചി? തോടൊഴിച്ച് ബാക്കി എല്ലാം കളഞ്ഞു. പിന്നീട് മന്ത്രക്കോലും കൊണ്ട് തൊട്ടു. പെട്ടെന്ന് ഭംഗിയുള്ള നേരായി മാറുന്നു. ഭംഗിയായ തന്റെ ചെറുമ്മ മാത്രമേ രഥത്തിൽ പോകുന്നത് കണ്ടിട്ടുള്ളൂ. വണ്ടിയെ വൃത്തിയാക്കുന്നതിനിടയിൽ കൗതുകത്തോടെ കണ്ടിട്ടുണ്ട് സഹോദരിമാർ മത്സരത്തിന് വേണ്ടി മനോഹരമായ രഥത്തിൽ പോകുന്നത്. പക്ഷേ ഒരു രഥം കണ്ടിട്ടില്ല. എന്നിട്ട് മാലാക പറഞ്ഞു, അടുക്കളയിൽ വെച്ച എലിക്കണിയെ കണ്ടെത്തണമെന്ന്. അവിടെ അവൾ 6 എലികളെ കണ്ടു. ജീവനോടെ മാലാക സിൻഡ്രല്ലയോട് പറഞ്ഞു എലിക്കണിയെ തുറന്നുവിടാൻ. ഓരോ എലി പുറത്തു വരുമ്പോഴും മാലാക മാന്ത്രിക വഴി കൊണ്ട് തൊടും. അപ്പോഴത് വലിയ കുതിരയാകും. നീളമുള്ള പിഴക് മുടികളുമായി എത്രയും പെട്ടെന്ന് ആളുകളുള്ള സുന്ദരമായ സംഘമായി. എലികളുടെ നിറത്തിൽ ഭംഗിയുള്ള ചാരൽ കുതിരകൾ.
ഇനി വണ്ടി ഓടിക്കാൻ അവൾ സിൻഡ്രല്ലയോട് പറഞ്ഞു, അമ്മയ്ക്കൊരു അതിശയം തോന്നി ഒരു ഇരിക്കണിയുണ്ട് എന്ന് പറഞ്ഞു. അതിലെന്തുണ്ടെന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ അതുകൊണ്ട് ചെടിയെ കൊണ്ടുവന്നു. അതിനകത്ത് വലിയ എലിയെ കൊണ്ട് മാനവ അവനെ ഒരു തടിച്ച കുസൃതി പ്രേരത്തിയാക്കി കാണാത്ത നിശ്ചയമായി. അതിനുശേഷം സിൻഡ്രല്ലയോട് പറഞ്ഞു, മാർക്കറ്റിൽ വീണ്ടും പോയി അവിടെ വെള്ളം ഒഴിക്കുന്ന പാത്രത്തിന് പിറകിലാണ് 6 പല്ലുകളുണ്ട്. അതിനെ എടുത്തിട്ട് വാ. സിൻഡ്രല്ല പെട്ടെന്നൊരു അത്ഭുതം ചെയ്തു. മാനവ അവനെ 6 കടന്മാരാക്കി. അവർ രഥത്തിന്റെ പിന്നിൽ ഒരുങ്ങി ശരീരം മുറുക്കി പിടിച്ചു നിന്നു. ജീവിതം മുഴുവൻ ഒന്നും ചെയ്യാത്തതുപോലെ. മാലാഖ സിൻഡ്രല്ലയെ നോക്കി തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇത് മതിയോ എന്ന്. തീർച്ചയായും. എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എങ്ങനെയാ ഈ പഴയ ഉടുപ്പിട്ട് പരിപാടിക്ക് പോകുക? മാലാഖ അവളെ ഭൗതിക ഒളികൊണ്ട് വിമർശിച്ചു. അവളുടെ ഉടുപ്പ് ഭാരതീയ മസിൽ പട്ടുസാരിയായി. ഇങ്ങനെ വലിച്ചിങ്ങോട്ട് നീട്ടേണ്ട റബ്ബർ നല്ലത്. പാറയുള്ള കിരീടവും വെച്ചു. പിന്നെ അവളുടെ കയ്യിൽ വജ്രങ്ങൾ വെച്ച സ്വർണ്ണ മോതിരം അണിയിച്ചു. ഒടുക്കം മാനവ അവളുടെ പാദത്തിലുണ്ടായ ചെരുപ്പുകളെ മാറ്റി നീന്തുന്ന കണ്ണാടികളായ താറാവിനെ പോലെ. രഥത്തിന്റെ മാലാഖ പൂച്ച ഇത് ശ്രദ്ധിക്കണേ. ഒരു ദിവസം എല്ലാം പഴയപോലെയാണ്. കുതിരകൾ സുന്ദരിയാകും, വണ്ടി ഓട്ടക്കാരൻ ഇടിയാകും, പഴയ ആളുകൾ കല്ലുകളും മൂന്ന് ഉടുപ്പും പഴയപോലെയാണ്. അവർ രഥത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ യുവരാജനും മറ്റുള്ളവരുമൊക്കെ സ്ത്രീകളും നൃത്യം മറന്ന് വായനക്കാർ വയലിൻ വായിക്കുന്നത് നിർത്തി സിൻഡ്രല്ലയുടെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു. പിന്നെ യുവരാജൻ ഒപ്പം നൃത്തം ചെയ്യാൻ ശ്രമിച്ചു. വായനക്കാർ വീണ്ടും തയ്യാറായി. രാജാവും രാജ്ഞിയും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ സിൻഡ്രല്ലയുടെ സൗന്ദര്യത്തിനെയും നൃത്തത്തിനെയും പ്രോത്സാഹിച്ചു. നൃത്തം ചെയ്ത് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി. അവർ സ്വയം മറന്ന വാർത്തകളും സിൻഡ്രല്ലയ്ക്ക് അവളെ പിടിക്കാൻ കഴിഞ്ഞില്ല. യുവറാണി പോയത് കണ്ടില്ലേ?